എന്താണെന്നറിയില്ല. Praise the Lord. Hallelujah. Praise. ഹല്ലേലൂയ. ഫ്രണ്ട്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഹല്ലേലൂയ. കർത്താവേ, മഹത്വം മഹത്വം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ ഈ മാസത്തെ കൂടിവരവ് ഇന്ന് രാത്രിയിൽ സൂമിൽ കൂടി നടത്തുവാൻ സർവോലഭനായ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിന്റെ കരുതലിനും കരുണയ്ക്കുമായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും ഖത്തർ ചാപ്റ്ററിന്റെ പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നമുക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പാനുമായ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിവരുത്തിയതിനായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ഹല്ലേലൂയ, നല്ലവണ്ണം പ്രാർത്ഥിപ്പാൻ എല്ലാം ദൈവം നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വരവ് താമസിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ സർവവല്ലഭനായ ദൈവത്തിന്റെ പാദപിടുത്തങ്ങളിൽ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. കഴിഞ്ഞ മാസക്കാലം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. വീണ്ടും വിവിധ സമയങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് രാത്രികാലം സൂമിൽ കൂടി ഞങ്ങൾ കർത്താവെ ഖത്തർ ചാപ്റ്റർ നേതൃത്വത്തിൽ കടന്നു വന്നിരിക്കുന്നു. അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അത് വിടുതലാക്കി, അത് അനുഗ്രഹമാക്കി, ഹല്ലേലൂയ, അത് നന്മയ്ക്കാക്കി ദൈവത്തോട് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയം കർത്താവെ ബെൻസംഭാഷയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തി ആരോഗ്യത്തോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഖത്തർ ചാപ്റ്ററിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹകാരികളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. വിവിധ സമയങ്ങളിൽ പ്രാർത്ഥനയിലൂടെ കൈത്താങ്ങൽ നൽകുന്ന എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് രാത്രിയിൽ നല്ല ഗാനങ്ങൾ പാടുവാൻ ഞങ്ങളെ സഹായിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലും ആശ്വാസവുമാക്കി തീർക്കണം. നല്ല വചനം കേൾക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിപ്പാനോട് ഞങ്ങളെ ബലപ്പെടുത്തണം. ആത്മനിയോഗത്തോടെ, ആത്മാർത്ഥതയോടെ, ഹല്ലേലൂയ, ആത്മഭാരത്തോടെ, ആത്മദാഹത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കാനോട് ഞങ്ങളെ സഹായിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തണം. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ചാട്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. ഇന്ന് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരന്മാരായ ബിജു മേപ്പാടം, പ്രിയ അനു തങ്കച്ചൻ, പ്രിയ ബിനോയ്, അവരെ കർത്താവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. തുടർന്ന് നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. താങ്ക് യു. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വൈകിയ വേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവജനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഏത് സമയത്തും കൃപാസനത്തിങ്കലോളം നമുക്ക് ഓടിയെത്തി കർത്താവിനോട് നമ്മുടെ സങ്കടയാചനകളെ പറയുവാൻ, ലോകം വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ക്ലേശങ്ങളാൽ രോഗങ്ങളാലൊക്കെ അനേകർ പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ സമയഭേദമന്യേ ഏത് സമയത്തും കർത്താവിൻ്റെ അടുത്ത് കടന്നു വന്ന് നമ്മുടെ സങ്കടയാചനകളെ പറഞ്ഞ് നമ്മുടെ ക്ലേശങ്ങളെ, നമ്മുടെ ദുരിതങ്ങളെ കർത്താവുമായി ഷെയർ ചെയ്ത് കർത്താവിങ്കിൽ ആശ്വാസം കണ്ടെത്തുവാനായി നമുക്ക് കഴിയുവാൻ ഇടയായി തീരട്ടെ. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: ക്ലേശം വരുന്ന നേരത്തിലെല്ലാം ക്രൂശിൽ പ്രശംസിക്കുവാനായി നമുക്ക് കഴിയണം. യേശു കൂടെയുണ്ട്, അതുകൊണ്ട് നമ്മുടെ തുമ്പങ്ങളെല്ലാം ഇമ്പങ്ങളായി തീരും. അപ്രകാരം തുടങ്ങുന്ന ഒരു ശാന്തമായ ഒരു ഗാനത്തോടു കൂടി ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.
ക്ലേശം വരുന്നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ. യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ. യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്രൂശും എടുത്തിരി ഞാൻ യേശുവെ പിൻചെല്ലുകയാ. പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകുകയാ. ക്രൂശും എടുത്തിനി ഞാൻ യേശുവെ പിൻചെല്ലുകയാ. പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകുകയാ. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങൾ കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: സ്വർഗത്തിലെ പോലെ തിരുഹിതം ഭൂമിയിലും ആയി തീരണമേ. നിൻഹിതം കർത്താവിൻ്റെ ഹിതം ചെയ്ത് കർത്താവിൻ്റെ സുതനെ പോലെ ഇന്ന് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ അടുത്തു വരുന്നു എന്ന് തുടങ്ങുന്നതായ ഗാനം ചേർന്ന് പാടിയായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായി ഇടയായി തീരട്ടെ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതരെ പോലെ, നിൻഹിതം ചെയ്തോ നാം നിൻ സുതരെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം
ചെയ്യുവാൻ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. എൻ മനം പുതുക്കി വാണിടുന്നു നിത്യം, എൻ മനം പുതുക്കി വാണിടുന്നു നിത്യം. നിന്യവാണെനിക്ക് ലോകലാവണ്യം, ആമേൻ. നിന്യവാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. ആമേൻ, തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമാവരെണ്ണി അറിയുന്നു. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമാവരെണ്ണി അറിയുന്നു. ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ, ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിത്തീർന്നു. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിത്തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുതായേകണേ പ്രിയ, പൂർണ്ണ സഹിഷ്ണുതായേകണേ പ്രിയ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം
ആമേൻ. ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത്, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത്, വേല തികയ്ക്കുന്നതെന്റെ ആഹാരം, വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മൂലമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം ഒന്നും വേണേ. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, സംഗീതമെന്നിൽ സമ്പൂർണമാകട്ടെ, സംഗീതമെന്നിൽ സമ്പൂർണമാകട്ടെ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മൂലമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു. ആമേൻ, തൻഹിതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മൂലമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ. പൂർണ്ണ സഹിഷ്ണുതായേകണേ പ്രിയ, അപ്പ പൂർണ്ണ സഹിഷ്ണുതായേകണേ പ്രിയ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മൂലമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത്, വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. ആമേൻ, വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മൂലമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ,
അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സലാം. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സലാം. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരും ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സലാം. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ചാൽ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ചാൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, നാട് 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 നാമേ നാമേ നാട് നാമേ നാമേ നാമേ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കോമിള പോലെ മിന്നി വിളങ്ങിടും നാം, ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയില്ല. വെള്ളത്തിൽ കോമിള പോലെ മിന്നി വിളങ്ങിടും നാം, ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, നാട് 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 നാട്. ഈ മണ്ണ് പ്രതി മാണിക്യം ഇല്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ ലോകയാത്ര, പ്രാകൃതരാജാരെ വാരിക്കുമോ വത്സലാം. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണ് പ്രതി മാണിക്കാതെ സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ. ആമേൻ 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 ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ പ്രത്യാശയെ തട്ടി ഉണർത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ കാന്തന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ പാടി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ചുരുക്കം പേരായി നമ്മൾ സൂമിലായിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവസേനയിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പാനുമായ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം അവിടുന്ന് നമ്മളെ സഹായിക്കുന്നതിനായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ മാസക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് വീണ്ടും ഈ സൂമിൽ കൂടി കടന്നു വന്ന് അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരവാനുള്ള ആത്മനിയോഗവും ആത്മാർത്ഥതയും ആത്മഭാരവും ആത്മദാഹവും ആത്മനിറവും പരിശുദ്ധാത്മാവുക്ക് നൽകി ഇന്ന് രാത്രിയിൽ അനേകം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രിയില് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയ സഹോദരൻ ആമീൻ ഫിലെ ബ്രദറാണ്. പ്രിയപ്പെട്ടവൻ തുടർന്ന് വിഷയങ്ങൾ പറഞ്ഞ് ആമീൻ പ്രാർത്ഥിപ്പാനായിട്ട്
നമ്മുടെ പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്യും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ സഹകാരികളായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബഹ്റിൽ നിന്ന് ജോയിൻ ചെയ്ത പ്രിയ ദേവദാസൻ മധു ഫാമിലി, അതുപോലെ തന്നെ പ്രിയ സാം മാത്യു, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ഊഷ്മ സ്നേഹത്തോടെ ആദരവോട് പ്രിയപ്പെട്ടവരെയും വെൽക്കം ചെയ്യുന്നു. കർത്താവിൻ്റെവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവിടുകയാണ്. അതിനായിട്ട് പ്രിയ സഹോദരനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനാധുനി ഖത്തർ ചാപ്പലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ പ്രാർത്ഥനാ സംഘവുമായി കൂടുവാൻ സർവ്വഗുരുവാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ ഒരുക്കിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇങ്ങനെ എല്ലാ മാസവും തുടർച്ചയായി നടത്തുവാൻ ദൈവം എല്ലാ മാസങ്ങളും സ്വർഗം ഇടയാക്കുന്നല്ലോ. ദൈവത്തിന്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. നമ്മൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ പ്രത്യേകമായി വേർതിരിഞ്ഞ് എല്ലാ വിഷയങ്ങളെയും ഒന്ന് ക്രോഡീകരിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള നിമിഷങ്ങളാണല്ലോ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദിവസനിലായിരിക്കാം. പറയുന്ന വിഷയങ്ങളെ ഓർത്ത് നമ്മൾ കുറച്ചു പേരെ ഉള്ളല്ലോ. പറയുന്ന വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ ആരെങ്കിലും വേഗത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പാസ്റ്റർ ബെൻസൺ ദാനിയൽ പാസ്റ്റർ, നമ്മുടെ പ്രാർത്ഥനാധുനി ഇന്റർനാഷണൽ ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ദാനിയൽ പാസ്റ്റർക്ക് ആന്റിക്ക് ഉണ്ടായ അപകടം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണല്ലോ. ദൈവത്തോളം സൗഖ്യമൊക്കെ ദൈവം കൊടുത്തു, ആരോഗ്യമൊക്കെ കൊടുത്തു. എന്നാൽ ആന്റിയെ രാജ്ഘട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഗുജറാത്തി ജാംനഗറിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ഭവനത്തിൽ വന്നുവെങ്കിലും ആന്റിക്ക് നാളെ ചെക്കപ്പിന് പോകേണ്ടതുണ്ട്. വാരിയലിന് പൊട്ടലുണ്ട്, നട്ടലിന് പരിക്കുകളുണ്ട്, 5 മാസം ബെഡ് റെസ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഒരു അത്ഭുതകരമായ വിടുതൽ ദൈവം പ്രിയ കർത്തദാസിക്ക് ദൈവം കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, പ്രാർത്ഥനാധുനിയുടെ നേതൃത്വത്തിൽ വുമൻസിന്റെ ഒരു പ്രെയർ മീറ്റിംഗ് എല്ലാ ദിവസവും സൂം പ്ലാറ്റ്ഫോം ഗൂഗിൾ മീറ്റിൽ കൂടെ തുടർച്ചയായി 4 മുതൽ 5 വരെയുള്ള സമയങ്ങളിൽ മോർണിംഗിൽ ആ പ്രാർത്ഥനയൊക്കെ ആന്റിയാണ് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ആന്റിക്ക് ശാരീരികമായി സൗഖ്യമില്ലാത്തതുകൊണ്ട് ആന്റിക്ക് അതിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം വീണ്ടും ദൈവവേലയിൽ അവർ കുടുംബമായി ഒരുമിച്ച് ദൈവവേലയിൽ വർദ്ധിച്ചു വരേണ്ടതിനായിട്ട് ദൈവം ചില പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടി കടത്തിവിടുമ്പോൾ ദൈവം അതിന്മേൽ പരിഹാരവും ദൈവം തന്നെ ഒരുക്കിയിരിക്കുന്നതാകിയാൽ വീണ്ടും ദൈവദാസനെയും കുടുംബത്തെയും നമുക്ക് ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നാളെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ വലിയ ദൈവത്തിന്റെ കരം കണ്ട് സന്തോഷിക്കുവാൻ, ദൈവത്തിന്റെ വിടുതൽ കണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ആന്റിക്ക് വളരെയധികം അസഹനീയമായ വേദനയൊക്കെ അനുഭവപ്പെടുന്നു എന്ന് പാസ്റ്റർ പറയുവാൻ ഇടയായി തീർന്നു. ദൈവം പരിപൂർണ സൗഖ്യവും ആരോഗ്യം ധാരാളമായി സർക്കും പ്രദാനം ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാള് ഈ വിഷയത്തെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. തലമുറയായി ഞങ്ങൾ സങ്കേതം കോട്ടയുമായിരിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്നലെ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥന ധോനിയുടെ ഖത്തർ ചാപ്റ്ററിൽ പ്രാർത്ഥനയുമായി ദിവസത്തിന് കടന്നു വന്നിരിക്കുന്നു. വിശേഷാല് ഞങ്ങളുടെ കർത്തൃദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയലിന്, കർത്താവെ വൈഫിന്, കർത്താവെ ബിന്ദു സിസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്കുണ്ടായ വലിയ അപകടത്തിന് കർത്താവ് വിടിവിച്ചതിനായി നന്ദി. കർത്താവെ, ഹല്ലേലൂയ. ആ ദൈവം എത്ര നല്ലവൻ. മരണത്തിന്റെ നീക്കുപോക്കുകൾ കർത്താവായ ചെറിയ വാഹനങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗ്യത്തിനായ സ്തോത്രം. പ്രിയ സിസ്റ്റർ കർത്താവെ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് കേട്ടല്ലോ. നിന്റെ ആണിപ്പെടുത്തുള്ള കരം നീട്ടി കർത്താവെ പ്രിയ ദൈവദാസി സർവ്വ സൗഖ്യമാക്കണമേ പ്രാർത്ഥിക്കുന്ന. നാളെ കടന്നു പോകുമ്പോൾ എന്റെ കർത്താവിന്റെ നീതിയുള്ള കരം, ഹല്ലേലൂയ, ആമേ, വീരം പ്രവർത്തിക്കുന്ന പുച്ഛം ദാസിയുടെ മീത് കർത്താവ് വെക്കണമേ. എവിടെയാണ് വേദന, എവിടെയാണ് ചതിവ്, കർത്താവ് എവിടെയാണ്, ഹല്ലേലൂയ, സ്തോത്രം പൊട്ടലൊക്കെ കർത്താവ് അറിയുന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ മണഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, സ്വർഗം തന്റെ ദാസി പൂർണ്ണമായി സൗഖ്യമാക്കണമേ. നാളെ ഡോക്ടറെ കാണുമ്പോൾ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചത് കേൾപ്പാൻ ദൈവം കൃപ ചെയ്യണമേ. ശരീരത്തിനുണ്ടായ അസഹ്യമായ വേദനയൊക്കെ ദൈവം വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ സ്വസ്ഥതയോടെ
അത് മുന്നോട്ടുള്ള ജീവിതം കർത്താവിന് വേണ്ടിയായി തീരുവാൻ ദൈവ കർത്താവെ നിന്റെ ശുശ്രൂഷയിൽ പിന്നെ അധിക ശക്തിയോടെ ബലപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ആ ആക്സിഡന്റ് എന്നൊക്കെ കർത്താവെ അവിടെ മാനസികമായി സ്വർഗം വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് സൂക്ഷിക്കുന്ന കർത്താവെ നിന്റെ ദൂതഗണത്തെ കാവൽ ചെയ്യുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളും അവരെയും ദൈവം ബലപ്പെടുത്തുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ആ കുടുംബത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകുന്നത്. അല്ലെങ്കിൽ കർത്താവിന്റെ മേലിൽ വർദ്ധിച്ചു വരുവാൻ അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് വിടുതലായ കുടുംബത്തെ സ്വർഗം ഉപയോഗിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ആ ശുശ്രൂഷകളെല്ലാം സ്വർഗം മാനിക്കണമേ. ആ സർജറി ഒക്കെ ഏറ്റവും സക്സസ് ആയി യാതൊരു പ്രയാസമില്ലാതെ വേഗത്തിൽ ദൈവമേ സൗഖ്യമായി. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവെ പ്രിയദാസി സ്വർഗം ബലപ്പെടുത്തുന്ന ദാസിന് ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് അടിയങ്ങളിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ ചെയ്തെല്ലാ നന്മകൾക്കായി സ്തോത്രം. ആമേ. വിവിധ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് നീ വേഗത്തിൽ മറുപടി അയക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൈവകൃപ കൊണ്ട് മറിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. വളരെ നന്ദി ആന്റി. ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേട്ട് ദൈവം വേഗത്തിൽ അത്ഭുത സൗഖ്യം കൊടുക്കുന്നതിനായി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് ശാലം ഫെലോഷിപ്പ് ചർച്ച് ഓട്ടുമല സഭാംഗമായ ബ്രദർ സുധീഷ് വാഹനാപകടത്തിൽ തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ് അസീസിയ ഹോസ്പിറ്റലില് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിഞ്ഞ ദിവസം സർജറി ആയിരുന്നു. അതിന്റെ അപ്ഡേഷൻ എന്താണെന്നുള്ളത് ലഭ്യമായില്ല. എന്നാലും ദൈവം പരിപൂർണ സൗഖ്യം ദൈവം കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് എറണാകുളം സൗത്ത് സെൻട്രലിലെ നീർപ്പാറ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ബിനു ബി ജോണ് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച രാവിലെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് താൻ വിധേയന ആയിരുന്നു. തന്റെ സഹധർമ്മിണിയാണ് കിഡ്നി നൽകിയത്. രണ്ടുപേരുടെയും ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി എന്ന് അറിയുവാനിടയായി തീർന്നു. എന്നാൽ പാസ്റ്റർക്ക് ക്രിയാറ്റിൻ 1.3 ആണ്. ഓക്സിജൻ ലെവല് കുറയുന്ന ഒരു അവസ്ഥയിലാണ്. ശരീരത്തിൽ ഫ്ലൂയിഡ് കിട്ടുന്നുണ്ട്. എന്നാൽ അല്പമായിട്ടൊക്കെ നടക്കുവാനൊക്കെ പാസ്റ്റർക്ക് കഴിയുന്നുണ്ട്. പരിപൂർണ സൗഖ്യവും വിടുതലും ഒക്കെ ദൈവം ധാരാളമായി നൽകി കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെയും ഓർത്ത് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഒരാള് പ്രാർത്ഥിച്ചാട്ടെ. സുധീഷ് എന്ന് പറയുന്ന ബ്രദറിന് വേണ്ടിയിട്ടും പാസ്റ്റർ ബിനു ബി ജോണും കുടുംബത്തിനുമായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഒരു പ്രാവശ്യം കൂടി കർത്താവേ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവസന്നിധിയിൽ കർത്താവേ ദൈവമേ ഏൽപ്പിച്ചിരിക്കുന്നതായ കർത്താവ് പറയപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ ദൈവമേ അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ കർത്താവേ പ്രത്യാശയോടെ വളരെ പ്രതീക്ഷയോടെ കർത്താവേ ദൈവമേ ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കെന്ന പോലെ കർത്താവേ അങ്ങയുടെ കണ്ണുകളിലേക്ക് ഞങ്ങൾ കർത്താവേ ദൈവമേ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങൾക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം ദൈവമേ വിവിധ സ്ഥാനങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവേ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകാൽ ദൈവമേ ഓട്ടുമല ഷാരോണിലെ കർത്താവേ ദൈവമേ ആ പ്രിയ പൈതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവേ അല്പമല്ലാത്ത കഷ്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവേ ദൈവം അവിടുന്ന് വിടുവിച്ച ദൈവസ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ പരിപൂർണമായ സൗഖ്യം വിടുതലും ദൈവം പ്രദാനം ചെയ്യണമേ കർത്താവേ. ദൈവമേ കർത്താവേ ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവേ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമേ പ്രിയ പൈതലിനെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ കർത്താവേ മാനുഷികമായി ഞങ്ങൾ പല ചികിത്സകളും ചെയ്യുന്നുവെങ്കിലും കർത്താവേ ദൈവമേ സൗഖ്യം അങ്ങയുടെ കരങ്ങളിലാണല്ലോ കർത്താവേ. അത്ഭുത വിടുതൽ ദൈവം ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ കർത്താവേ വിനുപാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ അങ്ങയുടെ ദാസനോട് ദൈവം മനസ്സലിയണമേ കർത്താവേ.
ദൈവമേ, പ്രിയ ദാസിയോട് ദൈവം മനസ്സലിയണമേ. ഇരുവരും കഥാവേ സ്തോത്രം, കഥാവേ ശസ്ത്രക്രിയയ്ക്ക് ശേഷമായിരിക്കുന്നല്ലോ. ദൈവമേ കഥാവ് എവിടുത്തെ കരം കൂടെ ഇരിക്കണമേ കഥാവേ. പരിപൂർണമായ വിടുതലും സൗഖ്യം ദൈവം പ്രദാനം ചെയ്യണമേ കഥാവേ. ദൈവമേ അത്ഭുത വിടുതൽ കഥാ അവിടുന്ന് കൊടുക്കണമേ കഥാവേ. ദൈവമേ ശക്തിയോടെ ഇനിയുള്ള നാളുകൾ കഥാവേ. ദൈവമേ കഥാവ് പൂർവാധിക ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാണ്ടൊക്കെ വണ്ണം കഥാവേ. കുടുംബമായി ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കഥാവേ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന കഥാവേ, സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന കഥാവേ വളരെ ഫലിക്കുന്നുവെന്ന് കഥാവിൻ്റെ വചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ കഥാവേ അത്ഭുത സൗഖ്യം കഥാവേ അവിടുന്ന് കൊടുക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഥാവേ. നിനക്ക് സകലവും കഴിയുമെന്ന് നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു കഥാവേ. ദൈവമേ കഥാ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഇന്നും കഥാവേ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്ന, വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാകിയാൽ കഥാവേ. ദൈവമേ അവിടുത്തെ കരങ്ങളിൽ കഥാവേ ഞങ്ങൾ വിഷയങ്ങളെ സമർപ്പിക്കുന്ന കഥാവേ. ദൈവമേ ഇരു പ്രിയപ്പെട്ടവരോട് കഥാവ് അവിടുന്ന് മനസ്സലിയണമേ കഥാവേ. ദൈവമേ അവിടുന്ന് കഥാവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കഥാവേ. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഥാവേ. ദൈവമേ തുടർന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഥാവേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടതിനായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. വളരെ നന്ദി ബ്രദറെ. ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദൈവം പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി അത്ഭുത ദൈവിക പ്രവർത്തികൾ ചെയ്യുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാം, ലോകമെമ്പാടും പീഡനങ്ങളും വിവേചനങ്ങളും ഒക്കെ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ലോകമെങ്ങും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. ലോകമെമ്പാടുമായി 365 ദശലക്ഷത്തിലധികം ക്രൈസ്തവ വിശ്വാസികൾ വിവിധ തരത്തിലുള്ള പീഡനങ്ങളും വിവേചനങ്ങളും ഒക്കെ നേരിടുന്നുവെന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. ക്രൈസ്തവരുടെ ജീവനും സ്വത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, തടവ്, പീഡനം, ഇങ്ങനെ ദേവാലയങ്ങളും ബൈബിളും ഒക്കെ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഇങ്ങനെ വിവിധമായ മേഖലകളിൽ സുവിശേഷ വിരോധികൾ തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ക്രൈസ്തവർക്ക് നേരെ എതിരിടുന്ന ഒരു സാഹചര്യമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ജനത്തെ അതാത് സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവവചനം തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക ശുശ്രൂഷകൾ ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് നിറപടിയായി അതിനുള്ള കൃപകളും ആരോഗ്യവും സൗഖ്യവും ആ ദേശത്തൊക്കെ ദൈവം സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ജോസ് പാപ്പച്ചൻ പാസ്റ്റർക്കും ഷീജ ആന്റിക്കും ഒക്കെ ജാമ്യം ലഭിച്ചുവെങ്കിലും അവരെ ഇതുവരെ പുറത്തിറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ആ വിഷയത്തിൽ ദൈവത്തിന്റെ വലിയ കരം വെളിപ്പെടുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ചിത്രദുർഗ IPC കരിസ്മ സെന്ററിലെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജു ജോയിയും ഭാര്യയും പോലീസ് എത്തി DYSP ഓഫീസിലേക്ക് കൊണ്ടുപോയി ദീർഘമായി ചോദ്യം ചെയ്ത് പാസ്റ്ററും കുടുംബവും മതപരിവർത്തനം നിർബന്ധിക്കുന്നെന്ന് നൽകിയ പരാതിയിൽ അവരെ പോലീസ് കസ്റ്റഡിയിലാണ്. കേസെടുത്ത് പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് ആയിരിക്കുന്നു. ദൈവം പാസ്റ്റർക്ക് ജാമ്യം വേഗത്തിൽ ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. ദൈവം അതിന്മേലൊരു വലിയ ദൈവത്തിന് നീതി ചെയ്യേണ്ടതിനായിട്ട് ലോകമെമ്പാടും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ വലിയ ദൈവത്തിന്റെ കരം ഓരോ മേഖലകളിലും ചലിക്കേണ്ടതിനായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. എവിടൊക്കെ പീഡനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ അവിടൊക്കെ വലിയ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വലിയ വ്യാപാരങ്ങൾ ആ മേഖലകളിലൊക്കെ ചലിച്ചതാണ്. ഈ മേഖലകളിലൊക്കെ സുവിശേഷം ഒരു അഗ്നിയായി ആളിക്കത്തേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഉള്ള സുഗമമായ നടത്തിപ്പിനായി അതിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും നേതൃത്വങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങളിലൊക്കെ പല വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൊക്കെ കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട്. വിദേശ ഫണ്ടുകൾ ലഭ്യമാകാത്തത് മൂലം അവരൊക്കെ വളരെയധികം ക്ലേശങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവദാസന്മാരും കുടുംബങ്ങളും ഒക്കെയുണ്ട്. അവർക്ക് ആവശ്യമായ സ്തോത്രം കൃത്യമായ നന്മകൾ ദൈവം അതാത് സമയത്ത് ദൈവം വർഷിപ്പിച്ചു കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ,
നല്ല അനുഗ്രഹമേറിയ ഈ വൈകിയ വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ കർത്താവെ, പ്രതിയാൽ ഖത്തർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് പ്രാർത്ഥനയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ. കർത്താവെ, ഇത് അറ്റൻഡ് ചെയ്യുന്ന സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ ഈ രാത്രി വേളയിൽ അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ദൈവദാസന്മാരെ, ദൈവമക്കളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന എന്തും നൽകിത്തരാമെന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത വാഗ്ദത്തം ആകയാൽ, വചനമാകിയാൽ കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദപീഠമാണ്. ഈ പാദപീഠമായ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ആവശ്യബോധത്തോടെ താല്പര്യത്തോടെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവങ്കിലേക്ക് നോക്കിയർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവവചനം പറയുന്നത് പോലെ കർത്താവ് ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും ഓടി അണയുവാൻ ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ സന്നിധാനമാണ്. കർത്താവെ, അങ്ങ് അഭയകേന്ദ്രമാണ്, ആശ്രയമാണ്, സങ്കേതമാണ്. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഭാരപ്പെട്ട് വേദനിക്കുന്ന കർത്താവെ സകല പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധാനത്തിൽ പരിഹാരമുണ്ട്, മറുപടി ഉള്ളതിനായി സ്തോത്രം. കർത്താവെ, ഇതിന് കർത്താവെ നേതൃത്വം നൽകുന്ന കർത്താവ് എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. പ്രതിയാൽ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവദാസനായി സ്തോത്രം. പ്രിയ ദൈവദാസൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച പേരുപേരായി വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചല്ലോ കർത്താവെ. അങ്ങെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. കർത്താവ്, ലോകരാജ്യങ്ങൾക്കായി സ്തോത്രം. സമാധാനവും ശാന്തിയും സ്വസ്ഥതയും കൽപ്പിക്കണം. അതോടൊപ്പം ഞങ്ങളുടെ മാതൃരാജ്യത്തിനായി സ്തോത്രം. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി കർത്താവെ സ്തോത്രം. അതിന്റെ ഭരണകർത്താക്കളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം. പ്രതിയാൽ കർത്താവെ സുവിശേഷത്തിനെതിരെ മതപീഡനമായി കർത്താവെ സുവിശേഷ വിരോധികൾ ഞങ്ങളുടെ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒക്കെ അവിടെ ഇവിടങ്ങളിൽ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും കർത്താവെ നിയമം അതിനെതിരെ കർത്താവെ ഉണ്ടാക്കുകയും അവരെ ദ്രോഹിക്കുകയും ജയിലടക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നല്ലോ കർത്താവെ. സ്തോത്രം. അങ്ങറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഉന്നതനു മീതെ ഒരു അത്യുന്നതനുള്ളതിനായി സ്തോത്രം. അങ്ങാണ് രാജാക്കന്മാരെയും കർത്താവെ അധികാരികളെയും അതതിന്റെ സ്ഥാനത്ത് ഇരുത്തുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നത്. ആത്മാക്കളുടെ ഉടയവൻ അങ്ങാണ്. അങ്ങേക്ക് സകല വ്യക്തികളോടും ഇടപെടുവാൻ കഴിയും. രാജ്യമോ നിയമമോ സമയമോ സാഹചര്യമോ അവസ്ഥ ഒന്നും നോക്കാതെ ഏത് സാഹചര്യത്തിലും ഏത് രാജ്യത്തും ഏതു സമയത്തും എന്ത് അവസ്ഥയിലും കർത്താവെ ഇറങ്ങി ചെല്ലുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ. അങ്ങ് ഇടപെടണമേ കർത്താവെ. സ്തോത്രം. വിവിധ കർത്താവെ സ്ഥലങ്ങളിൽ, അത് കർത്താവെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ആദിവാസിയിടങ്ങളിലും വനാന്തരങ്ങളിലും വിവിധ സ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ദൈവദാസന്മാരും ദൈവമക്കളും ആത്മാർത്ഥമായി ഞങ്ങൾ അറിയാത്ത ആയിരക്കണക്കിന് പേർ കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരുത്തനെയെങ്കിലും കർത്താവിലേക്ക് നേടുവാൻ ആത്മാർത്ഥമായി അവർ അധ്വാനിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പലതും അസാധ്യമാണെങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമല്ലോ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ ചെയ്യുന്ന കർത്താവ് ഞങ്ങൾക്ക് കഴിയാത്ത ഞങ്ങളുടെ സമശിഷ്ടങ്ങളായ ദൈവദാസന്മാർ ചെയ്യുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കർത്താവെ കഴിയുമല്ലോ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീയമായി ഭൗതികമായി ശാരീരികമായി എല്ലാ തലത്തിലും വേണ്ട നന്മകൾ ദൈവം അവർക്ക് കൊടുക്കണമേ കർത്താവ്. അനർത്ഥങ്ങളും അപകടങ്ങളും ഒന്നും ഉണ്ടാകാതെ കർത്താവെ ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന ദൈവമേ, വന്നു ഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ കർത്താവ് അറിഞ്ഞാകയാൽ സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവെ, പല സംസ്ഥാനങ്ങളിൽ കർത്താവെ മതപരിവർത്തന ബില്ലുകൾ പാസ്സാക്കുകയും അതുമായി ആ നിയമം വെച്ച് കർത്താവെ ഞങ്ങളുടെ ദൈവമക്കളെയും ദൈവദാസന്മാരെയും സഭയെയും കർത്താവെ ഹല്ലേലൂയ ആരാധനാലയങ്ങളെയും ഒക്കെ നശിപ്പിക്കുകയും അതിനെതിരെ കർത്താവെ അവർ പല തരത്തിൽ പോരാടുമ്പോൾ അവരെല്ലാം കർത്താവെ ഇത് വ്യക്തമായി സത്യം അറിയാത്തവരെ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ നല്ലവനായ ഞങ്ങളറിഞ്ഞ ഈ സത്യത്തിലേക്ക് കൽപ്പന പ്രമാണിക്കുവാൻ, ഈ സത്യം ഗ്രഹിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദൈവദാസന്മാരെ എല്ലാം അങ്ങ് കർത്താവ് കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണ കവചത്തിൽ തീമതിലായി നിൽക്കണമേ കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, മാനസികമായി അവരെ ടോർച്ചർ ചെയ്യുന്നു കർത്താവെ.
അപ്പൊ അങ്ങെല്ലാം അറിയുന്നു. ദൈവമേ കരുണ ചെയ്യണമേ, ദയ തോന്നണമേ. ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സറിയണമേ കർത്താവേ. അധികാരികളുടെ ഉള്ളങ്ങളോട് ദൈവം ഇടപെടണം. ദൈവ ഭയം കൊടുക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. അനേക ദൈവദാസന്മാർ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജയിലില്ല. ദൈവത്തിന് മഹത്വം. പ്രതികാല ജോസ് പാപ്പച്ചൻ, അഷീജ സിസ്റ്റർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജാമ്യം ലഭിച്ചെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർ നേരിടുന്നുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. അവരെ കുടുംബത്തെ, അവരുടെ ശുശ്രൂഷ എല്ലാം ഒരിക്കൽ കൂടി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ ബിജു ജോയി എന്ന ദൈവദാസനായി സ്തോത്രം. കഴിഞ്ഞ ദിവസം കർത്താവേ ഹല്ലേലൂയ അവരെ അറസ്റ്റ് ചെയ്തു, ജയിലായിരിക്കുന്നല്ലോ. വേഗത്തിൽ പ്രിയ ദൈവദാസന് ജാമ്യം ലഭിപ്പാൻ ദൈവം ഇടയാക്കണമേ. അധികാരികളോട് ഇടപെടണമേ കർത്താവ്. ഹൃദ്യമായി അങ്ങ് സംസാരിക്കണേ. അവർക്കൊക്കെ സ്വസ്ഥത കൊടുക്കാതെ, സമാധാനം കൊടുക്കാതെ അധികാരികളുടെ ഉള്ളങ്ങൾ ദൈവം ഇടപെട്ടുകൊണ്ട്, ദൈവം ന്യായവും നീതിയും പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവേ. അത്ഭുതം ചെയ്യണമേ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ലെന്ന് ദൈവവചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി സാധ്യമാക്കി കൊടുക്കണമേ കർത്താവേ. സ്തോത്രം. അങ്ങനെ കർത്താവേ, വിവിധ സംസ്ഥാനങ്ങളിലും ഒക്കെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവർക്ക് വേണ്ട എല്ലാ കരുതലുകളും കർത്താവെ, സൂക്ഷിപ്പും പരിപാലനവും കർത്താവെ ഉണ്ടായിരിക്കണമേ. പ്രിയ പിതാവേ, കർത്താവേ, അല്ലെ പീഡകളിൽ നിന്നെല്ലാം അവരെ വിടുവിച്ചു കൊള്ളണമേ കർത്താവെ. ശക്തമായി ദൈവത്തിന്റെ വചനവും കർത്താവെ സത്യം അറിയിക്കുവാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കരുതണമേ, സൂക്ഷിക്കണമേ. സ്തോത്രം സ്തോത്രം. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന അനേക ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട്. ആരാധനാലയം ഇല്ലാത്ത ഭാരപ്പെടുന്നവരുണ്ട്. വിധമായ പ്രതിസന്ധികളിലുള്ള കർത്താവ് അനവധി ആവശ്യങ്ങൾ ചെറുതും വലുതുമായി അവരുടെ ഭൗതികമായും ആത്മീയമായും ഒക്കെ അവരെ ആവശ്യങ്ങൾ ഉണ്ടല്ലോ. ദൈവം അതിനെല്ലാം ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരുത്തിൽ തരുന്നു. കർത്താവ് മറുപടി തരണമേ, അത്ഭുതം ചെയ്യണമേ. കർത്താവിന്റെ കരുതൽ കർത്താവെ ഈ ദിവസങ്ങളിൽ അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കണമെന്ന് തുടർന്നും പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണം. കർത്താവിന്റെ കരങ്ങളിൽ സമസ്ത വിഷയങ്ങൾ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. വളരെ നന്ദി അച്ഛാ. ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദേശങ്ങളിലും രാജ്യങ്ങളിലും എല്ലാം ദൈവത്തിന്റെ വലിയ സൗഖ്യങ്ങളും ദൈവത്തിന്റെ വലിയ വിടുതലുകളും ഓരോ മേഖലകളിലും ദൈവം ചലിക്കുന്നതിനാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നമ്മുടെ യൗവന തലമുറകളെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കുട്ടികൾക്കിടയിൽ ആത്മീക പ്രവർത്തനങ്ങൾ ശക്തമാകേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേട്ടതാണ് തിരുവനന്തപുരത്ത് ഒരു പെന്തിക്കോസ്ത് ഭവനത്തിലുണ്ടായ ഇൻസിഡന്റ്. സ്വന്തം അപ്പനെ കുത്തിക്കൊല്ലുവാൻ ഇടയായി തീർന്ന ഒരു സംഭവം. സാത്താന്യ ആരാധനയിലൊക്കെ പെട്ട് യൗവന തലമുറകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വിവിധമായ രാജ്യങ്ങളിലൊക്കെ പഠിക്കുവാൻ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലത്തും ഇന്ത്യയിലും അങ്ങനെ വിവിധമായ ദേശങ്ങളിലൊക്കെ അവർ പഠിക്കാൻ പോകുമ്പോൾ ആരുമായിട്ടൊക്കെയാണ് ഇടപെടുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ സൂക്ഷിപ്പുകൾ അതാത് സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊണ്ട് ഒക്കെ ഉണ്ടാകേണ്ടതിനാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഹല്ലിയ ക്രൈസ്തവ കുഞ്ഞുങ്ങളെ മാത്രം നോട്ടമിട്ട് പ്രവർത്തിക്കുന്ന ചില പ്രത്യേക സംഘടനകളൊക്കെ തന്നെയുണ്ട്. സാത്താന്യ സംഘടനകൾ അതിനെതിരെ തീവ്രമായി അവര് ഉപവാസത്തോടെയൊക്കെ അവർ തീവ്രമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ. നമ്മുടെ ദൈവമക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശക്തരായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാൻ സഭകളിൽ ഒരു ആത്മീക ഉണർവ് വ്യാപരിക്കേണ്ടതിനായിട്ട്, ഒരു പാരമ്പര്യ സഭകളിൽ നിന്ന് ഉള്ള പേരുകൾ മാത്രമല്ല, യഥാർത്ഥമായ ആത്മീക ഉണർവ് വ്യാപരിക്കണം. യഥാർത്ഥമായി ദൈവവചനം കുഞ്ഞുങ്ങളൊക്കെ ഗ്രഹിക്കുവാൻ സഭകളിലെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ ദൈവം അതിനായി കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ക്രിസ്തുവിനെ സാക്ഷിയാക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വർദ്ധിച്ചു വരേണ്ടതുണ്ട്. അവരതിൽ കരുത്തരായി തീരേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ, യൗവന തലമുറകളെ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ പത്രമായി അവർ ശോഭിക്കേണ്ടവരാണ്. നമ്മൾ അറിഞ്ഞ സത്യ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടവരാണ് അവരെയൊക്കെ ദൈവം അതാത് സമയത്ത് സൂക്ഷിക്കേണ്ടതിനായിട്ട്, ദൈവം പരിപാലിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം പ്രത്യേകം ഓർത്ത് നമുക്ക്
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സമയക്കുറവുകൊണ്ട് വേഗത്തിൽ ഒരു വിഷയം കൂടെ പറഞ്ഞ് രണ്ട് വിഷയത്തിനു വേണ്ടി ചേർത്ത് പ്രാർത്ഥിക്കാം. ഒഡീഷയിൽ സനാതന ശക്തി ഒരു പുതിയ സിനിമ നിർമ്മിച്ചു. ചിത്രത്തിന്റെ പേര് സനാതനി എന്നാണ്. ഈ ചിത്രം ക്രിസ്ത്യൻ മിഷണറിമാർക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ കലാപം സൃഷ്ടിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അവർ ഞങ്ങൾക്ക് ബൈബിൾ നൽകി, ഞങ്ങളുടെ സംസ്കാരം നശിപ്പിച്ചു, അവർ ഞങ്ങളുടെ ഭൂമി കൈയടക്കി, ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ കലാപം സൃഷ്ടിക്കുന്ന ഒരു സിനിമയായിട്ട് അത് കാണപ്പെടുന്നു. ഈ സിനിമ റിലീസ് ചെയ്യണമെന്നും റിലീസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഒക്കെ സംഘടനകൾ പറയുന്നുണ്ട്. ഇതിനെതിരെ ഒരു മുതിർന്ന അഭിഭാഷകനും MP-യുമായ P. വിൽസൺ ഈ സിനിമയ്ക്കെതിരെ ഗവൺമെന്റിന് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. കോടതിയും അധികാരികളും ഗവൺമെന്റും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒഡീഷയിലെ സുവിശേഷ പ്രവർത്തനങ്ങളിലെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചിത്രത്തിന് ഈ സിനിമയ്ക്ക് പിന്നിൽ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നത് സുവിശേഷത്തെ എങ്ങനെയും തച്ചുടയ്ക്കുവാനും അവിടെ ഒരു കലാപം സൃഷ്ടിക്കുവാനും ഒക്കെ ആയിട്ടാണ്. അവിടെ ഹാലേലൂയ സ്തോത്രം, അവർ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായി ഒരു ആത്മീക ആരാധന, ആത്മീക വളർച്ച ദേശങ്ങളിൽ ഒരു സഭയുടെ ഒരു ആത്മീക ഒത്തുകൂടൽ, സഭയെല്ലാം ആത്മീകമായി ഒന്നിച്ച് സഭാ സംഘടന വ്യത്യാസമില്ലാതെ ക്രൈസ്തവ സഭകളെല്ലാം ഒന്നിക്കേണ്ടതിനായിട്ട് നമുക്കറിയാം. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിയുന്നത്. ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദേശത്തുള്ള ക്രൈസ്തവ സഭകളെല്ലാം ഒന്നിച്ച് ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ആ ദേശത്തിന്റെ സുവിശേഷ വേലയുടെ വർധനവിന് വേണ്ടിയിട്ടും അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ഒഡീഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള സിനിമ ഇറങ്ങിയത് മൂലം ഉണ്ടായ പ്രശ്നങ്ങളെയൊക്കെ ദൈവം അതാത് സമയത്ത് ദൈവം അതിന്മേലൊരു ദൈവത്തിന്റെ നീതി വർഷിപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവെ, നല്ല സമയത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ തുണയുടെ നേതൃത്വത്തിൽ കർത്താവയുടെയും ചുരുക്കം പേരായ ഞങ്ങളുടെ പാതപിടുത്തം കടന്നു വരുന്നതിന് അനേക വിഷയങ്ങൾ ഇടവിൻ ജാഗരിക്കുന്നതിനൊക്കെ ഓരോ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ അടിക്കട കുറവശങ്ങളൊന്നും കണക്കിടാതെ ഓരോ വിഷയങ്ങൾ മേൽ വിടുതൽ നൽകി സഹായിച്ചതേയും ആകെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വിഷയങ്ങളുമായി ഞങ്ങളുടെ പാതപിടുത്തത്തിൽ കടന്നു വരുമ്പോൾ കർത്താവെ, വിഷയങ്ങൾ വിടുന്ന തടസ്സമായിട്ട് എന്റെ ജീവിതത്തിലുള്ള കുറവശങ്ങളെ കണക്കിടലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ ചിന്തയിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേവദാസം പറഞ്ഞ വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങോട്ട് തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, മക്കൾക്ക് നൽകുന്ന അവകാശം തരുന്ന പ്രതിഫലമാണല്ലോ കർത്താവെ. എന്റെ ദൈവമേടെ ഇങ്ങോട്ട് കുഞ്ഞുങ്ങളൊക്കെയും ചെറുപ്രായത്തിൽ തന്നെ ദൈവഭയമുള്ളവരായി കർത്താവെ, ദൈവമേ, അവര് കർത്താവെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കുഞ്ഞുങ്ങളെ പോലും ദുഷ്ടം നോട്ടമിടുന്നതിന് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങളെല്ലാം പഥ്യോപദേശത്തിൽ വളർന്നു വരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കർത്താവെ, ദൈവമേ, സഭയിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവെ ഹൃദയത്തോടെ ഇടപെട്ടുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വഷളത്ത് നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവെ, ദൈവമേ, ലോകത്തിൽ കർത്താവെ ജോസികളെ പോലെ തിളങ്ങേണ്ടതിനായിട്ട് കർത്താവെ, ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വിവിധ രാജ്യങ്ങളിലൊക്കെയും തനിയെ അറിയിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട വചനങ്ങളൊക്കെ അവരുടെ ഹൃദയത്തോട് ഇടപെട്ടുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരും കർത്താവെ എന്റെ ദൈവമേ അങ്ങയുടെ വഴി വിട്ട് മാറിപ്പോകുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യൗവനമോഹങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവെ, യഥാർത്ഥമായി കർത്താവിന്റെ പാതപിടുത്തെങ്കിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യാതൊരു പൈശാചിക തന്ത്രങ്ങളിൽ ഇടപെടുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് അനുഗ്രഹപ്പെട്ട കൂട്ടുകാരെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ കർത്താവെ അകത്ത വഴിയിലൊന്നും വലിച്ചുകൊണ്ട് പോകുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങളും കർത്താവെ, ദൈവമേ, അനുഗ്രഹപ്പെട്ട കുഞ്ഞുങ്ങളായി മറ്റു കുഞ്ഞുങ്ങളെ കൂടി അങ്ങയിലേക്ക് ആദായപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളായി തീരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ വിട്ട് കർത്താവെ വിദുരത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങളെയും കാത്തു സൂക്ഷിക്കണമെന്ന്
എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടി ദൈവനാമം ദൂഷിക്കപ്പെടുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ പൈതങ്ങളെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ അവരെല്ലാം ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ നിങ്ങൾ കേട്ടതുപോലെ കർത്താവെ ഒഡീഷയിൽ കർത്താവെ നിർമ്മിച്ച ഫിലിമിന്റെ നിയന്ത്രണം കർത്താവെ വരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു വിധത്തിൽ റിലീസാകുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്റെ ദൈവമേ കലാപം ഉണ്ടാകുന്ന രീതിയിൽ കർത്താവെ അത് ചിത്രീകരിച്ചിരിക്കുന്നു നിങ്ങൾ അറിയുന്നു. കർത്താവെ അത് യാതൊരു വിധത്തിലും കർത്താവെ അത് റിലീസാകുന്നതിനിടയാകാതെ കർത്താവെ അങ്ങനെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമക്കൾ ഐക്യതയോടുകൂടി കർത്താവെ ഇതിനെതിരായി പോരാടുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്റെ ദൈവമേ ഞങ്ങളുടെ നാമത്തെ ദൂഷിക്കുന്ന യാതൊരു കർത്താവെ കാര്യങ്ങളും ഉണ്ടാകുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ ദൈവമക്കളും ഐക്യബദ്ധത്തോടുകൂടി ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അടിയങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടി ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അടിയങ്ങളെ സഹായിക്കണേ. അനുഗ്രഹിക്കപ്പെട്ട വചനമൊക്കെയും കേൾക്കുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദേവദാസനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവെ ലീഡ് ചെയ്യുന്ന കർത്താവെ പ്രിയ ഫിലിപ്പനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. സകലോടിക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ഗ്ലാഡ്സൺ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമുക്ക് വേണ്ടതായ ആത്മീയ ഭോജനം ദൈവം കൃത്യമായി നൽകി തരേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്ററിനായി, പ്രാർത്ഥനാധ്വനിയുടെ വിവിധ ചാപ്റ്ററിലുള്ള പ്രവർത്തനങ്ങൾക്കായി, പ്രാർത്ഥനാധ്വനിയുടെ നേതൃത്വം നൽകുന്ന ബെൻസൺ പാസ്റ്റർ, ഖത്തർ ചാപ്റ്റർ നേതൃത്വം കൊടുക്കുന്ന സാം പാസ്റ്റർ, ഇങ്ങനെ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം, വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ ചാപ്റ്ററിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അതാത് സമയത്ത് ആവശ്യമായ ദൈവികമായ ആലോചനകളെ പകർന്നു തന്ന ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴുള്ള കാലാവസ്ഥയുടെ വ്യതിയാന നിമിത്തം അനേകർക്ക് പനിയാലും ശാരീരികമായി സൗഖ്യമില്ലാതെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെയൊക്കെ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആവശ്യമായ ജ്ഞാനവും വിവേകവും ഒക്കെ ദൈവം ധാരാളമായി കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, മനസ്സലിവുള്ള നല്ല കർത്താവെ, ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥനാധ്വനിക്കായി സ്തോത്രം അർപ്പിക്കുന്നു. വിവിധ ചാപ്റ്ററിലുള്ള പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം നേതൃത്വം കൊടുക്കുവാൻ ബെൻസൺ പാസ്റ്റർ സ്വർഗം ബലപ്പെടുത്തുന്നല്ലോ. ഖത്തർ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവെ, നേതൃത്വം കൊടുക്കുവാൻ സാം പാസ്റ്റർ സ്വർഗം ബലപ്പെടുത്തുന്നല്ലോ. വിവിധ കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാം ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, വിവിധ ചാപ്റ്ററിലുള്ള ക്വയർ ടീമിനായി സ്തോത്രം, അതിനെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആലിക സ്തോത്രം ദൈവിക നിയോഗങ്ങൾ നിറപടിയായി ചെയ്തെടുക്കുവാൻ സ്വർഗം എല്ലാവരെയും വിടിയാക്കുമാറണമേ. കൈനാളുകൾ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം വിടുതൽ നൽകി മാനിച്ചവർക്ക് മക്കൾക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവെ, അല്ലെങ്കിൽ ഖത്തർ രാജ്യത്തിനായി സ്തോത്രം അർപ്പിക്കുന്നു. യുദ്ധക്കെടുതികളിലായിരിക്കുന്ന ഹാലിക സ്തോത്രം രാജ്യങ്ങളെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. നാളുകളിലൊക്കെ ഹാലിക സ്തോത്രം യുദ്ധങ്ങളൊക്കെ സംഭവിക്കേണ്ടത് ദൈവവചനാടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ഹാലിക സ്തോത്രം തന്റെ ജനത്തെ അതാത് സമയത്ത് ദൈവം അതാത് മേഖലകളിൽ സ്വർഗം സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന വ്യക്തിമക്കൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. എന്ത് തന്നെ ഹാലിക ദേശത്തിന്മേൽ നടമാടിയാലും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സ്വർഗം എല്ലാവരും ഇടിയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബോർഡ് എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. ആവശ്യമായ ജ്ഞാനവും വിവേകവും ഒക്കെ ധാരാളമായി സ്വർഗം പോർന്ന് മാനിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം ശുശ്രൂഷിക്കുന്ന ഹാലിയ ഗ്ലാഡ്സൺ പാസ്റ്റർക്കായി സ്തോത്രം അർപ്പിക്കുന്നു. സ്വർഗം ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീക പൂജ്യങ്ങൾ സ്വർഗം നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വൻകാര്യങ്ങളെ ചെയ്താട്ടെ. ഇന്നത്തെ മീറ്റിംഗിലെ ഇടിയുവാൻ സാമ്പാസ്റ്റർ സ്വർഗം ബലപ്പെടുത്തുന്ന വൻകൃപകൾക്കായി സ്തോത്രം. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു കർത്താവെ. പാട്ടിന് ഹാലിയ നേതൃത്വം കൊടുക്കുവാൻ ഹാലിക സ്തോത്രം അനുവിനെയും ഹാലിക സ്തോത്രം ബിജാനെയും ഹാലിയ സ്തോത്രം ബിനോയൊക്കെ സ്വർഗം ബലപ്പെടുത്തിയുള്ള കർത്താവെ. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കൃപ വീണ്ടും കൂടി ഉണ്ടായിരിക്കണം, സഹായിക്കണം. എല്ലാവിധ അനുഗ്രഹ നന്മകൾക്കുമായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ
പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതെല്ലാം സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് ദൈവം തക്ക സമയത്ത് മറുപടി നൽകേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് ഖത്തറിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഗ്ലാഡ്സൺ അവറുകളാണ്. പ്രിയ ദൈവദാസനെ ഏവർക്കും പരിചയമുണ്ടല്ലോ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊയറിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനാണ്. പ്രിയപ്പെട്ടവനെ ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം പ്രിയ ദൈവദാസനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനായിട്ട് പ്രിയ ദൈവദാസനെ വളരെ ആദരവോട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കും. ദൈവം ഒരിക്കൽ നല്ല കൃപകൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിങ്ങിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഖത്തർ ചാപ്റ്ററിന്റെ ഖത്തറിലെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന പ്രിയ സംഭാഷ്, പ്രിയ ആൻറ്റി, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട കൊയറിന്റെ നേതൃത്വം നൽകിയ പ്രിയ ബിനോയ് ബ്രദർ, പ്രിയ ബീച്ചാൻ, പ്രിയ അനു ബ്രദർ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഗ്ലോയിം ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പ്രിയ പ്രിൻസാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസന്മാർ നമ്മുടെ നടുവിലുണ്ടല്ലോ, പ്രിയ മധുപാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സാമാത്യു ചാൻ, അങ്ങനെ പ്രിയ അജിത് ബ്രദർ, ജോബിക്കുട്ടി ബ്രദർ, എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും എവിടെ പോയാലും പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഇതൊരു പ്രാർത്ഥന ഒരു സംഗമമായതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണെങ്കിൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചെങ്കിൽ ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യമായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ നടുവിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഏവർക്കും സുപരിചിതമായ എൻ്റെ ഭാഗം അതല്ല എങ്കിലും പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചിട്ട് ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് വേഗത്തിലിരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വലപ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായെന്നത് കണ്ടിട്ടാണ് പത്രോസിനെ പെട്ടെന്ന് പിടിക്കുകയാണ്. പക്ഷെ അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയതുകൊണ്ട് പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തി പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയൊരു സംഘം. എന്നാൽ അതിൻ്റെ മറുവശത്ത് അവിടെ ഇങ്ങനെ കാണുന്നു, സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, എന്തായിരിക്കാം സഭ പ്രാർത്ഥിച്ചത്? കാര്യം യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു, എങ്ങനെങ്കിലും കൊല്ലുക എന്നുള്ള ആ ഒരു വസ്തുത ഒഴിവാക്കി ഒരു പക്ഷേ ജീവനോടെ എന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ജീവപര്യന്തം, ഞാൻ അങ്ങനെ ചിന്തിക്കട്ടെ, വേറെ ആരും അതിന് വേറെ അർത്ഥതലത്തിലൊന്നും എടുക്കരുത്. കാര്യം അത് താഴോട്ട് വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ദൈവം അത്ഭുതങ്ങളെ അവിടെ ചെയ്തു. അത്ഭുതങ്ങളെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് പത്രോസ് വാതിൽ മുട്ടുമ്പോൾ രോധ എന്ന് പറയുന്ന പെൺകുട്ടി വാതിലിൻ്റെ അടുത്തേക്ക് വരിക. ശബ്ദം തിരിച്ചറിഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പക്ഷെ ചെയ്തൊരു കാര്യം, അവൾ വാതിൽ തുറന്നില്ല. കാരണം വിശ്വാസമില്ല അവർക്ക്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സഭ ശ്രദ്ധയോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ഈ പത്രോസ് പുറത്തിറങ്ങി തങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിശ്വാസവുമില്ല. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മിറക്കിൾ നടക്കും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇത് നടക്കുമോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും, ഒരു 50-50 ചാൻസ് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. 100% വിശ്വാസത്തോടെ ആണെങ്കിൽ. അപ്പം നോക്കി, രോധവാതിൽ തുറക്കുന്നില്ല, നേരെ ബാക്കിലേക്ക് അവൾ ഓടുക. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഇത് പറയുക. എല്ലാവരോടും പറഞ്ഞപ്പോൾ ആദ്യം അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ഒരു വിശ്വാസമില്ല ഇങ്ങനൊരു മിറക്കൾ അവിടെ നടക്കുമെന്ന്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത്, ഈ പ്രാർത്ഥിക്കുന്നത് ഒരു മരണം ഒഴിവാക്കണം. യാക്കോബിനെ കൊന്നു, ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുക, അതുപോലൊരു മരണശിക്ഷ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു അത്ഭുതം ദൈവം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ കാണാം. അതാണ് പറയുന്നത്, നിനക്ക് ഭ്രാന്തുണ്ട്. മൂന്നാമതായിട്ട് അവർ പറയുന്നത് അല്ല, അവൾ പറയണം അല്ല, ഉള്ളത് തന്നെ. ഒരു പെൺകുട്ടി ഉള്ളത് തന്നെ എന്ന് പറയുമ്പോഴും അവിടെ കൂടി വന്നിരിക്കുന്ന മറ്റു പലർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പത്രോസ് പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നു
അവിടെ വായിക്കുന്നൊരു വാക്യമുണ്ട്, അവൻ മുട്ടിക്കൊണ്ടിരുന്നു, തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. നോക്കി, പ്രാർത്ഥിക്കുന്നവരാ, ഭയങ്കര പ്രാർത്ഥനകളാണ്, ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉള്ളവരാണ്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥനാദിന ഖത്തർ ചാപ്റ്ററിന് നമ്മുടെ പ്രിയ അനീഷ് പാസ്റ്റർ പ്രസംഗിച്ച ഒരു ഭാഗം ഇത് തന്നെയാണ്, ശ്രദ്ധയോടെ പ്രാർത്ഥന. അപ്പോൾ എല്ലാം മാറ്റി വെച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ വിഷയത്തിന് ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കുന്ന ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കുറച്ചു പേര് മാത്രമേ ഇന്നിവിടെ കൂടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാവിഷയങ്ങൾ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനാവിഷയങ്ങൾ മാറ്റി നമുക്ക് മറ്റു പലതിനു വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. പക്ഷെ വിശ്വസിക്കാതെ മക്കളെ, ലോകം എത്രമാത്രം ക്രിസ്ത്യാനിത്വത്തിനെതിരായിട്ട് പല പ്രവൃത്തികൾ ചെയ്താലും, ഹല്ലേലൂയ, ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശക്തികൾ എഴുന്നേറ്റാലും അതിനുമേൽ ദൈവം വിജയം തരിക തന്നെ ചെയ്യും. പക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം ഇതായിരിക്കട്ടെ, അല്പം പോലും സംശയമില്ലാതെ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറി ഇത് ഈ കട്ടത്തോട് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അതുപോലെ വേണേൽ സംഭവിക്കും. പക്ഷെ പലപ്പോഴും നമ്മളുടെ വിശ്വാസക്കുറവാണ് പലപ്പോഴും എന്താണ് പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും താമസമായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളാരും വിശ്വാസക്കുറവുള്ളവരൊന്നും അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ, കർത്താവിന് മുമ്പിൽ ഒന്നും കാണുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അങ്ങനെ നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ചുവടുകളെ വെക്കാം. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ഭാഗം, നമ്മൾ ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുള്ളതാണ്, ഒത്തിരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഇന്ന് രാത്രി ഞാൻ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത്. അതിൻ്റെ 10-11 വാക്യത്തിൽ ഇങ്ങനെ കാണും, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോവുക, ഇനിയും പാപം ചെയ്യരുതെന്ന് യേശു പറഞ്ഞു. യേശു ദൈവാലയത്തെങ്കിലും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. നല്ല അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അന്തരീക്ഷത്തിൽ യേശു ആ സിനഗോഗിൽ കൂടിയിരിക്കുന്ന ആളുകളുമായിട്ട് ഇങ്ങനെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിശ്രദ്ധയോടെ ഇവർ കേട്ട് അതിനെല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് നല്ലൊരു ആത്മീയാന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഈ ആത്മീയാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സ് പെട്ടെന്ന് തന്നെ ഒരു ന്യായാധിപ സംഘം അല്ലെങ്കിൽ ഒരു ജഡ്ജ്, ഒരു കോർട്ടിന്റെ മോഡലിലോട്ട് പെട്ടെന്ന് മാറി, ഒരു കോടതി സമാന്തരമായിട്ട് പെട്ടെന്ന് മാറുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ വായിക്കുകയാണ്, അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ശാസ്ത്രിമാരും പരീക്ഷകന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുന്ന സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അടുത്ത വാക്യത്തിൽ കാണുന്നത്, ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചത് ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇതിനെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് പരീശന്മാരും ശാസ്ത്രിമാരും. വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ നടുവിൽ അങ്ങ് കൊണ്ടുവന്ന് നിർത്തി. എന്താ നടുവിൽ കൊണ്ടുവന്നിട്ട്? ഇവരെല്ലാവരും ഒരുപോലെ ഇത് കാണണം. പ്രത്യേകിച്ച് യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇവർക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. അപ്പോൾ അതിനെ ഇങ്ങനെ കാണുന്നു, ഇത് യേശുവിനെ കുറ്റം ചുമത്തുവാൻ, യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറ്റം ചുമത്തുവാൻ വേണ്ടി അവർ ഭയങ്കര പ്ലാൻ ചെയ്ത് പരീക്ഷിച്ച് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഈ ചോദിച്ച ചോദ്യം ഇപ്രകാരമാണ്, ഇവളെ വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുകയാണ്, നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു? അവിടെ 2 ആൻസർ യേശുവിന് പറയാം. ഒന്നുകിൽ അവിടെ ഇരിക്കുന്നവർ എല്ലാം മനസ്സിൽ അങ്ങനെയാണ് വരുന്നത്. ഒന്നുകിൽ യേശു പറയും, നിങ്ങൾക്ക് അവളെ കല്ലെറിയാം. അടുത്തത് പറയാം, നിങ്ങൾ അവളെ കല്ല് എറിയരുത്. ഈ 2 ആൻസറേ അവിടെ പറയാനുള്ളൊരു സാധ്യതയുള്ളൂ. ഒന്നുകിൽ എറിയണം, അല്ലെങ്കിൽ എറിയണ്ട. പക്ഷേ നോക്കി, ശത്രു ഇതല്ല ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്താണോ അതിൽ പിടിച്ച് കയറി ആ സിനഗോഗിൽ ഇനി യേശു ഉപദേശിക്കാനായിട്ട് കടന്നു വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അവിടെ പ്രഘോഷിക്കരുത്. ഇന്ന് രാത്രി ഞാൻ പറയേണ്ടത് ദൈവമക്കളെ, നാം പോലും അറിയാതെയാണ് ശത്രു നമുക്ക് വേണ്ടി ചില പ്ലാനുകൾ ഒരുക്കുന്നത്. അത് പക്ഷെ നമുക്കറിയത്തില്ല ഇതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. പക്ഷെ സകലതും അറിയുന്ന ദൈവത്തിൻ്റെ കാര്യത്തിൽ നാം ആശ്രയിച്ചാൽ നാം പോലും അറിയാതെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴികളെ ഒരുക്കും. നോക്കി, യേശുവിന് അവിടെ പറയാൻ പറ്റുന്ന 2 ആൻസറുകളാണ്, നിങ്ങൾക്കെറിയാം,
അല്ലെ നിങ്ങൾക്ക് എറിയണ്ട. നോക്കിയേ, ഇപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ അവളെ കല്ല് എറിഞ്ഞോ എന്ന് പറഞ്ഞാൽ ഈ പരീശന്മാർ ശാസ്ത്രന്മാർ പെട്ടെന്ന് തിരിച്ചു പറയുന്ന ഒരു ആൻസർ പ്രകാരമായിരിക്കും, നീ പാപികളെ രക്ഷിക്കാനായിട്ടല്ലേ വന്നത്? ഈ നിൽക്കുന്ന സ്ത്രീ പാപിയായിട്ടുള്ള ഒരു സ്ത്രീയല്ലേ? അപ്പൊ നീ പറഞ്ഞു വരുന്ന ഉപദേശവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രാക്ടിക്കലായിട്ട് നീ പറയുന്ന ഉപദേശവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ യേശുവെ, അങ്ങയുടെ ഉപദേശങ്ങളെല്ലാം ദുരുപദേശമാണ്, തെറ്റായ പഠിപ്പിക്കലാണെന്ന് ഒരുപക്ഷെ എറിഞ്ഞോ എന്ന് പറഞ്ഞെങ്കിൽ അവർ പറയാം. അതല്ല, യേശു പറയാണ് എറിയരുത്, കല്ലെറിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ തിരിച്ചു പറയുന്നൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കുക, ഞങ്ങൾ ന്യായപ്രമാണത്തെ അനുസരിച്ച് വരുന്ന ആളുകളാണ്. മോശ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് തന്നെ അവരെ കൊല്ലണം. അപ്പോൾ നീ പറയുന്നു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട. അപ്പോൾ നീ ദുരുപദേശകനാണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിനൊക്കെ നീ എതിരായിട്ട് വന്നതുകൊണ്ട് തന്നെ നിനക്ക് ഇനി സിനഗോഗിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. അപ്പോൾ രണ്ടിനാലും കുഴങ്ങുന്ന ഒരു ചോദ്യമാണ് ഇവർ ചോദിച്ചത്. പക്ഷെ അതിന് തൊട്ട് താഴെ യേശു പറയുന്ന ഒരു ഭയങ്കര കാര്യമുണ്ട്. അപ്പം നോക്കി, ഇത് അവനെ കുറ്റം ചോദ്യമായിട്ട് യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. നോക്കുക, ഈ രണ്ട് ആൻസറുകളും യേശു പറയുന്നില്ല. രണ്ട് ആൻസറും യേശു പറയുന്നില്ല. പെട്ടെന്നൊരു കംപ്ലീറ്റ് സൈലന്റ് അവിടെ ഉണ്ടാകുക. കംപ്ലീറ്റ് സൈലന്റാണ്. അത്രയും പേരുമുണ്ട്. നടുവിൽ വിചാരത്തിൽ പിടിച്ചിരിക്കുന്ന ആ സ്ത്രീയുമുണ്ട്, പരീശന്മാരുമുണ്ട്, ശാസ്ത്രിമാരുമുണ്ട്. യേശു ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. എറിയണമെന്നും പറയുന്നില്ല, എറിയണ്ടെന്നും പറയുന്നില്ല. കംപ്ലീറ്റ് ഒരു സൈലന്റ്. അപ്പോൾ നോക്കിക്കേ, ആ സ്ത്രീയെ നമ്മളൊന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. അവളെ വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുകയാണ്. അവൾ ഒരു പക്ഷേ യേശുവിനെ കുറിച്ചൊക്കെ കേട്ട് കാണും. യേശു രക്ഷകനാണ്, യേശു പാപികളെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത്, ഞാനൊരു റൈറ്റ് പ്ലേസിലാണ് എത്തിപ്പെട്ടത്. ഇങ്ങനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ വരുമ്പോഴാണ് യേശു കംപ്ലീറ്റ് സൈലന്റ് ആയിട്ട് നിലത്ത് അവിടെ കുനിഞ്ഞിരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നോക്കിക്കേ, ചില സമയത്ത് ഇതുപോലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ, കരയുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചില സമയത്ത് യേശു എന്താവും? ഒന്ന് സൈലന്റ് ആകും. അതിൻ്റെ അർത്ഥം യേശു നമ്മളെ മറന്നു കളഞ്ഞുവെന്നോ യേശുവിനെ നമ്മളോട് ഇഷ്ടമില്ലെന്നോ ഒന്നുമല്ല. നാം ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു മറുപടി യേശുവിങ്കിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് യേശു സൈലന്റ് ആകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ മേൽ കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മറന്നു കളഞ്ഞുവെന്നോ അല്ലെങ്കിൽ ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞുവെന്നോ അല്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, ദൈവത്തിന് നാം പോലും ചിന്തിക്കാത്ത രീതിയിൽ, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ, നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ യേശുവിന് നമ്മളിൽ എന്തൊക്കെയോ ചെയ്യാനായിട്ടുണ്ട്. യേശുവിന് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ ചെയ്യാനായിട്ടുണ്ട്. യേശുവിന് നമ്മുടെ തലമുറകളിൽ മേൽ എന്തൊക്കെയോ ചെയ്യാനായിട്ടുണ്ട്. യേശുവിന് നമ്മുടെ സഭയോട് എന്തൊക്കെയോ ചെയ്യാനായിട്ടുണ്ട്. യേശുവിന് നാം ഇവിടെ കൂടി വന്നിരിക്കുന്ന കൂട്ടായ്മയിൽ എന്തൊക്കെയോ ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശു ചില സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാതെ മക്കളെ, ഒരു പ്രാർത്ഥനാ സംഗമമായിട്ടാണല്ലോ നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടും. എന്നാൽ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ കാണും. ആ വിഷയത്തിന് ഒരു പക്ഷെ കാലതാമസം വല്ലാതെ നേരിടുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ കർത്താവ് ഇത്രമാത്രം അങ്ങ് ലേറ്റ് ആകുന്നത്? ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പറയാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ, യേശു കുനിഞ്ഞിരിക്കുന്നത്, യേശു വിരൽ കൊണ്ട് നിലത്ത് കൊണ്ട് വിരൽ കൊണ്ട് എഴുതുന്ന ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഭയങ്കര ലോങ് ആയിട്ട് തോന്നും. പക്ഷെ പരീശന്മാരും ശാസ്ത്രിമാരും കല്ലെറിയാൻ വന്നവർക്കുമൊക്കെ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി യേശുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് ആ സൈലന്റ് അവിടെ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, എൻ്റെ യേശുവിൻ്റെ സൈലന്റ് എന്നെ ഒരിക്കലും തകർക്കാൻ വേണ്ടിയല്ല. ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ, ഞാൻ പോലും എത്ര കാൽക്കുലേഷൻ ചെയ്താലും കിട്ടാത്ത രീതിയിലുള്ള ചില മറുപടികൾ നമുക്ക് തരേണ്ടതിന് വേണ്ടിയാണ് യേശു ചില സമയങ്ങളിൽ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. നോക്കി, യേശു അവിടെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്താ എഴുതിയത്? ഇന്ന് അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് അവിടെ എഴുതിയത്? അത് ഏത് ഭാഷയാണ്? ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. യേശു എന്തൊക്കെയോ അവിടെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ യേശു അവിടെ ഇതവനെ യേശുവെ കുനിഞ്ഞ് നിലത്തിരിക്കൊണ്ടിരുന്നു. അവർ അവനോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, പരീശന്മാരും ശാസ്ത്രിമാരും വിടത്തില്ല. അവർ ചോദിക്കട്ടെ, എറിയണോ അതോ എറിയണ്ടായോ? മോശ പറയുന്നു എറിയണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്?
ഇങ്ങനെ കണ്ടിന്യൂസ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും വല്ലാതെ ഹൃദയം വല്ലാതെ നെഞ്ചു പിടയുക ആ സ്ത്രീയാണ്. ഒരുപക്ഷെ അവൾ ചിന്തിക്കുകയായിരിക്കും, പരീശന്മാരുടെ ശാസ്ത്രീയത്തിലും നല്ല കൂർത്തുമൂർത്ത കല്ലുകളുണ്ട്, ഇതേത് സെക്കൻഡിൽ വേണമെങ്കിലും എൻ്റെ ശരീരത്തിൽ പതിക്കാം, ഞാൻ മരണത്തിന് കീഴടങ്ങാം. ഇങ്ങനെ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. നോക്കി, എറിയണമെന്നും യേശു പറഞ്ഞില്ല, എറിയണ്ടെന്ന് യേശു പറഞ്ഞില്ല, ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, നാം പ്രതീക്ഷിക്കാത്ത ചില മറുപടികളായിരിക്കാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ, നാം കരയുന്ന വിഷയങ്ങളിന്മേൽ നമുക്ക് പല പ്ലാനുകളും കാണാം. ഇന്ന പോലെ പോയണമെങ്കിൽ കർത്താവ് എൻ്റെ ആഗ്രഹം അതാ. പക്ഷെ ദൈവം ഇന്ന് രാത്രി പറയുകയാണ്, നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, നാം ഇതുവരെ കാണാത്ത രീതിയിലുള്ള മറുപടി ആയിരിക്കാം യേശു നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇതായിരിക്കട്ടെ. അപ്പം എൻ്റെ ആഗ്രഹമല്ല, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ ബി. നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിന്മേൽ നിറവേറട്ടെ. നോക്കിയേ, കർത്താവ് പറയാം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ല് എറിയട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും യേശു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് എഴുന്നേറ്റു, ആദ്യം കുനിഞ്ഞ് ഒന്നിരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു, പിന്നെയും ഇവർ ചോദിക്കുകയാണ്, ആ സ്ത്രീ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്, പിന്നെ ഇവർ അസഹ്യപ്പെടുത്തുന്ന കണ്ടുകൊണ്ട് യേശു പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, നിങ്ങളിൽ പാവമില്ലാത്തവരുടെ കല്ലെറിയട്ടെ. എന്നിട്ട് യേശു പിന്നെയും കുനിഞ്ഞ് നിലത്ത്. ഞാൻ എന്താണ് അങ്ങനെ യേശുവിന് പെട്ടെന്ന് കുനിഞ്ഞിരിക്കാനുള്ള ആഗ്രഹം? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇപ്രകാരമാണ്. നോക്കിയേ, പരീശന്മാരും ശാസ്ത്രിമാരും എറിയാൻ വേണ്ടി ഓങ്ങി നിൽക്കുക, യേശു കേൾക്കുകയായിരിക്കും. അവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ കേൾക്കുകയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനഗോഗിൽ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കേൾക്കുന്ന ശബ്ദം എന്താ? ഓരോ കല്ലുകളായിട്ട് ആ ദേവാലയത്തിലേക്ക് ഇങ്ങനെ വീഴുന്ന ശബ്ദമാണ് അവർ കേൾക്കുന്നത്. യേശു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ പരീശന്മാരെ നന്നായിട്ട് കാണാം, അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന കല്ലുകളും കാണാം. പക്ഷെ യേശു കുനിഞ്ഞ് നിലത്തിരുന്നതിൻ്റെ ഒരൊറ്റ കാരണമേ മിത്രമേ ഉള്ളൂ, തന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നവരെ പോലും മാനിച്ചു വിടുന്ന ഒരു യേശുവിനറിയാം ഇവരെല്ലാവരും ഒന്നാം തരം ഭാവികളാണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. പക്ഷെ യേശുവിന് കാണണ്ട, ഇവരെ പോലും കാണണ്ട. കാര്യം ഞാനിങ്ങനെ ചെയ്തു, നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ, നമ്മളെന്ന് പറയുന്നില്ല, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ. ഇപ്പോൾ ഞാൻ പറയാണ്, എറിയണ്ടെന്നുള്ള ഞാൻ പറയാണ്, നിങ്ങളിൽ പാവമില്ലാത്തവരെ കല്ലെറിയട്ടെ. ഞാൻ നോക്കി നിൽക്കുമ്പോൾ എറിയാൻ വന്നവരുടെ കല്ലുകളെല്ലാം തീരുമ്പോഴേക്ക് എൻ്റെ കോളർ ഞാൻ പെതുക്കെ എന്ത് ചെയ്യും? കണ്ടോ, എൻ്റെ ആ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞ് നമ്മൾ വല്ലാതെ ഉയർന്നു പോകും. പക്ഷെ യേശുവിന് അതുപോലും വേണ്ട. ഇൻസൾട്ട് ചെയ്യാൻ വരുന്നവരെ പോലും എന്താ ചെയ്യുന്ന യേശു? അവരെ പാപികളാണെന്നറിയാം, പക്ഷെ യേശുവിനറിയാം അവരെ പോലും ഇൻസൾട്ട് ചെയ്യാതെ മാനിക്കുന്ന ഒരു യേശു കർത്താവ്. അതുകൊണ്ടാണ് യേശു കർത്താവ് എന്താണ് അവിടെ കുനിഞ്ഞ് നിലത്തിരുന്നിട്ട് യേശു പിന്നെയും എഴുതിക്കൊണ്ടിരിക്കുക. ഇവരെല്ലാം പാപികളാണെന്നറിയാം, എന്നാൽ അവരെ പോലും കർത്താവ് ഇൻസൾട്ട് ചെയ്ത് ഒരു വാക്ക് പോലും പറയുന്നില്ല. നിങ്ങൾ പാപികളാണ്, നോക്കിക്കേ ഞാൻ മാത്രം വിശുദ്ധൻ, ഇങ്ങനെ ഒന്നും യേശു പറയുന്നില്ല. ഓരോരുത്തരായിട്ട് എന്താ അവർ കല്ല് വിട്ടിട്ട് പോകുക. നോക്കി, നമ്മളെ കർത്താവിൻ്റെ പിന്നീടുള്ള ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അവൻ്റെ പുറമെല്ലാം മുഴുവച്ചാൽ പോലെ ആ പട്ടാളക്കാരെല്ലാം വലിച്ച് ആ വല്ലാതൊരു പരുവത്തിലാക്കി അവസാന കാൽവ് ക്രൂശിന്മേൽ മരിക്കുന്ന സമയത്ത് പോലും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ ആ മനോഭാവം നമ്മൾ ആലോചിക്കും. നമ്മൾ വേഗത്തിലൊന്ന് പറഞ്ഞു വിടുകയാണ്. നോക്കിയേ, ഈ കംപ്ലീറ്റ് സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പിന്നെയും യേശു സൈലന്റാ, കുനിഞ്ഞ് നിരത്തെഴുതിക്കൊണ്ടിരുന്നു. അവരിത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരെ അവനെ വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന ആ സ്ത്രീ മാത്രം അവശേഷിച്ചു. നോക്കിയേ, ഇപ്പോൾ ആ സ്ത്രീക്ക് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായി. യേശുവിൻ്റെ സൈലന്റ് എൻ്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു യേശു. പക്ഷെ യേശു സൈലന്റ് ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, ആ പ്രതീക്ഷയും പോയോ എന്ന് ഞാൻ ചിന്തിച്ചൊരു സന്ദർഭമുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായിട്ട് പാപിയായിരുന്നവരെന്നെ, ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന എന്നെ, എല്ലാ അർത്ഥത്തിലും ഞാൻ ഒരു സീറോയ, ഒരു ബിഗ് സീറോയ, ആ സ്ത്രീ പറയുന്നതായിരിക്കും ബിഗ് സീറോയ, ഞാൻ അറിയാത്ത
ഒത്തിരി പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം കല്ലെറിയാൻ വേണ്ടി മരണത്തിന് ആഗ്രഹിച്ചിരുന്നപ്പോഴും ആ യേശുവിന് എന്നോട് എന്തോ ഒരു പ്രിയം തോന്നി. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മളോട് ആ ഒരു പ്രിയം തോന്നിയത് കൊണ്ടല്ലേ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ദൈവമക്കളെ, എവിടെ പോയാലും പറയുന്നൊരു കാര്യമുണ്ട്. ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്കിപ്പോൾ ഏകദേശം 3, 6, 9 ഡിവൈസ് നമുക്കിവിടെ കാണാം. ഏകദേശം അതിൽ കൂടുതൽ ആളുകളുണ്ട്. ഒരു 10-15 പേര് ഇവിടെ കാണും. ഈ 15 പേരുടെ സ്ഥാനത്ത് മറ്റാരൊക്കെയോ ഇവിടെ വന്നിരിക്കേണ്ടതായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ അപ്പായ്ക്ക് നമ്മളോട് മനസ്സലിവ് തോന്നി, എന്നോട് മനസ്സലിവ് തോന്നി. ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത എന്നോട് ദൈവത്തിന് മനസ്സലിവ് തോന്നിയത് കൊണ്ടല്ലേ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്ത്രീയോട്, ലോകം പാപി എന്ന് മുദ്ര കുത്തപ്പെട്ട ആ സ്ത്രീയോട് യേശുവിന് മനസ്സലിവ് തോന്നിയിട്ട് അവളെയും ചേർത്ത് പിടിക്കുവാൻ യേശുവിൻ്റെ ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്നേഹം. എന്നിട്ട് യേശു പറയാണ്, മനസാക്ഷിയുടെ ആക്ഷേപഹേതുമായി ഓരോരുത്തരായിട്ട് അവളെ വിട്ടു. യേശു ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. എന്താ അവിടെ അങ്ങനെ പറയുന്നത്? യേശുവും ആ സ്ത്രീയും മാത്രമെന്ന്. നേരത്തെ യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി സിനഗോഗിൽ നിറച്ച ആളാരുകളായിരുന്നു. ഈ കല്ലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് അവരും പോയി. അവർക്കും മനസ്സിലായി കൈ കല്ലായിരിക്കുന്നത്. യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഏറ് കിട്ടാൻ നല്ല സന്ദർഭം ഉണ്ടെന്ന് അവർക്കും മനസ്സിലായുണ്ടെന്താ. ഇപ്പൊ പ്രസംഗം കേൾക്കാൻ വന്നവരുമില്ല, ഒരാളുകളുമില്ല. യേശുവും ആ സ്ത്രീ മാത്രം അവിടെ അവശേഷിച്ചു. നോക്കിക്കേ, ഇപ്പോൾ ആ സ്ത്രീയുടെ മനോഭാവം ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക. ആ സ്ത്രീക്ക് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി. ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഈ കല്ലേറാണ് എന്നെ യേശുവിൻ്റെ അരികിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എറിഞ്ഞില്ല, അവരുടെ ഈ കുറ്റം ചുമത്തലും അവളെ പാപി എന്നുള്ള ഈ പരിഹാസ വാക്കുകളും നിന്നയുടെ വാക്കുകളും ഈ കല്ലെറിയലെല്ലാമാണ് എന്നെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ കാരണമായത്. മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ഈ പ്രതികൂലങ്ങളില്ലായിരുന്നെങ്കിൽ, ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഈ കല്ലേറും ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും യേശുവിനെ കാണുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ചില പ്രതികൂലങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എന്തിനാണെന്നറിയാമോ? ആ കർത്താവുമായിട്ടൊന്ന് അടുത്തിടപഴകുവാൻ, ചേർന്നിരിക്കുവാൻ വേണ്ടി. നമ്മൾ ഇതുവരെ ചേർന്നിരുന്നതിനേക്കാളും അല്പമായിട്ട് നമ്മുടെ അരുമനാഥനോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ചില കല്ലേറുകൾ നമ്മുടെ ജീവിതത്തിന്മേലും കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, നമ്മൾ ഈ കാലയളവിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ നാം പഠിച്ചു കഴിഞ്ഞാൽ വളരെ പ്രതികൂലങ്ങൾ ദൈവദാസന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് ലോകത്തെമ്പാടും നടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ഒരു കാര്യം അവർ പറയുന്നൊരു കാര്യമുണ്ട്. പ്രതികൂലങ്ങൾ എത്ര ഏറിയാലും ഞങ്ങൾക്കൊരു കാര്യം അറിയാം, പ്രതികൂലങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പ്രാണപ്രിയനോടുള്ള സ്നേഹം ഞങ്ങൾക്ക് അതിയായി അങ്ങ് കൂടുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ചില രോഗങ്ങൾ വരുന്നത്, ചില ഭാരങ്ങൾ വരുന്നത്, ചില നിന്ദകൾ വരുന്നത്, ചില പരിഹാസങ്ങൾ വരുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ നേരിടുമ്പോൾ ശത്രു ആഗ്രഹിക്കുന്നത് ഇതോടുകൂടി സകലതും നീ തീരണം, നീ കുടുംബം ഒന്നടങ്കം ഇതിന്റെ മധ്യത്തിൽ നിങ്ങൾ ആടി ഉഴലണമെന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം എന്താ പറയുന്നറിയാമോ? ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് നാം വാവിട്ട് കരയുമ്പോൾ അരുമനാഥന്റെ ഇമ്പസ്വരം നാം കേൾക്കുക മാത്രമല്ല, ആ പ്രാണപ്രിയന്റെ മാർവോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം കടന്നു വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് നേരിടുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് തിരിച്ച് എന്തിനാ കർത്താവെ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചോദ്യങ്ങളെ ചോദിക്കുവാനല്ല, കർത്താവെ ഉയർച്ചയിലും താഴ്ചയിലും എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, എനിക്ക് എൻ്റെ യേശു മാത്രം മതി. അപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ നിന്നയും ഈ പരിഹാസവുമാണ് എന്നെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നത്. യേശു അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. നോക്കി, ഇപ്പൊ കല്ലെറിയാൻ വന്നവരുമില്ല, പരിഹസിക്കാൻ വന്നവരുമില്ല, കുറ്റപ്പെടുത്താൻ വന്നവരുമില്ല. യേശു ചോദിക്കുകയാണ്, എവിടെ? അവരെല്ലാവരും എവിടെ? അപ്പോൾ അവൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇല്ല കർത്താവേ. പരീശന്മാര് ശാസ്ത്രിമാര് കർത്താവിനെ എങ്ങനെ അഭിസംബോധന ചെയ്തെന്ന് അറിയാമോ? ഗുരോ എന്നാണ് അവൾ വിളിച്ചത്, ടീച്ചർ. പക്ഷേ കർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഈ സ്ത്രീ ഒരല്പസമയത്തെ ഒരിടവേള കൊണ്ട് യേശുവിനെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്ന അറിയാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ മുഴുവനായി അറിയുന്ന അവനെ ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ടത്? കർത്താവേ എന്നുറക്കെ
ഉറക്ക വിളിക്കുക. ആ കർത്താവേ ഉറക്ക വിളിക്കുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. കല്ലെറിയാൻ വന്നവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരുടെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ നന്നായി അറിയുന്നു. അതുകൊണ്ടാണ് കർത്താവേ എന്ന് ഉറക്കെ വിളിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാമോ ദൈവമക്കളെ, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്, നമ്മൾ ആരെയാണ് സ്തുതിക്കുന്നത്, നമ്മുടെ ദൈവം ആരാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വല്ലാതങ്ങ് വ്യാപരിച്ചാലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധിയിട്ട് നമ്മുടെ ഉറക്ക നാമം വിളിക്കും, കർത്താവേ യേശുവേ എന്ന് നാം ഉറക്ക വിളിക്കുമ്പോഴുണ്ടല്ലോ, ദൈവം നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ, കരയുന്ന വിഷയങ്ങളിന്മേൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അടുത്ത വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ സ്ത്രീക്ക് കാര്യം മനസ്സിലായി. ഇനി എനിക്ക് മരണം ആഗ്രഹിച്ചു വന്നവർ, പക്ഷെ ഞാൻ ഇന്ന് ജീവനോടെ തിരിച്ചു പോവുകയാണ്. ഞാൻ ഒരു പാപിയായിട്ടുള്ളൊരു സ്ത്രീയാണ്, പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇനി ഒരു ജീവിക്കുന്നൊരു സാക്ഷിയായിട്ട് ഞാൻ ഇനി മാറാൻ പോവുകയാണ്. കുറ്റപ്പെടുത്തുവാൻ വന്നവർ, പരിഹസിക്കാൻ വന്നവർ, നാളുകളിൽ അവരെന്നെ കല്ലെറിയത്തില്ല. ഇനി ഞാൻ പാപിയായിട്ടുള്ളൊരു സ്ത്രീയല്ല. നാളുകളിൽ എൻ്റെ ദൈവം എനിക്കൊരു ജീവിതം തരുന്നുണ്ടെങ്കിൽ ഈ യേശുവിനെ ഞാൻ ഉയർത്തും. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് ആയുസ് തന്ന് ആരോഗ്യത്തെ തന്ന് ഇത്രത്തോളം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ജീവൻ തന്ന, നമുക്ക് പ്രാണൻ തന്ന, നമ്മളെ ഇത്രത്തോളം പരിപാലിച്ച കർത്താവിനെ മറ്റൊരാളോടെങ്കിലും പറയാന്നുള്ളൊരു ഗ്രേറ്റ് ഒരു റെസ്പോൺസിബിലിറ്റി ഒരിക്കലും നാം മറന്നു കളയരുത്. നാം നമ്മുടെ കുടുംബവും അതിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഏതവസരം ലഭിച്ചാലും, ഏത് ജീവിതത്തിൻ്റെ ഏത് അവസരങ്ങളിലാണെങ്കിലും ഒരാളെങ്കിലും കർത്താവിന് വേണ്ടി നേടിയാലുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ, ഏറ്റവും സ്വർഗ്ഗം സന്തോഷിക്കുന്ന ഒരു അനുഭവം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ സ്ത്രീ പിന്നീട് അവൾക്ക് അവസരം ലഭിച്ചപ്പോൾ അവൾ ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കുക കാണത്തില്ല. അവളുടെ പ്രാണപ്രിയനെ കുറിച്ച്, അവളെ രക്ഷിച്ച നാഥനെ കുറിച്ച് ഒരുപക്ഷെ അവൾ വാതോരാതെ എല്ലാവരോടും സംസാരിച്ച് കാണും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, വിശ്വാസത്തിന്റെ അളവ് വല്ലാതെ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. മുമ്പിൽ ഒന്നും കാണുന്നില്ലെങ്കിലും ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീയായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയുക. മരണം ആഗ്രഹിച്ചവൾ, അവളുടെ മരണത്തെ ആഗ്രഹിച്ചവൾ, പക്ഷെ ഇന്ന് അവൾ ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് മാറിയെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുമേൽ ചില ജീവന്റെ തുടിപ്പുകൾ കാണുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ, മരണമാണെന്ന് ശത്രു പറഞ്ഞ ചില വിഷയങ്ങളിന്മേൽ, അല്ല ഇതിനൊരു ജീവൻ വക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞ വിഷയങ്ങളുമേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു കരം ചലിക്കാനായിട്ട് പോകുക. ഞാനിവിടെ നിർത്താനായിട്ട് പോകുകയാണ്. എല്ലാവരുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് അടയട്ടെ. ഹല്ലേലൂയ. ഒരൊറ്റ മിനിറ്റ് മാത്രം. ഹല്ലേലൂയ. നമ്മുടെ ഏകദേശം ഈ സൂ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു വാക്ക് കർത്താവിനോടൊന്ന് പറയാം. അപ്പാ, എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോടെ അല്ലപ്പാ, ഹല്ലേലൂയ, എൻ്റെ ദൈവം എനിക്ക് മറുപടികളെ തരും. അല്ല, എനിക്ക് മറുപടികളെ തന്നില്ലെങ്കിലും എൻ്റെ നാഥന്റെ സാന്നിധ്യത്തെ ഞാൻ സംശയിക്കത്തില്ല, എൻ്റെ നാഥന്റെ മറുപടിയെ ഞാൻ സംശയിക്കത്തില്ല. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കല്ലെറിയാൻ വന്നവർ, നിന്ദിക്കാൻ വന്നവർ, പരിഹസിക്കാൻ